ആണധികാര രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെ ആണധികാരം കുടുംബത്തിലായാലും തെരുവിലായാലും ബസ്സിലായാലും തൊഴിലിടങ്ങളിലായാലും എവിടെ നോക്കിയാലും പുരുഷന്റെ അധികാരം. അതാണ് ആണധികാരം. നമ്മളെ വീട്ടില് അതാണ് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഇന്ന് ഈ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ ഇന്ന് വന്ന് നിൽക്കുന്നത് തന്നെ കുറെ ആളുകളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. പുരുഷന്മാര് വേറെ നല്ല പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സൗഹൃദമാണ്. ആ സൗഹൃദം എന്നും നിലനിർത്തണം. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും നമ്മളെ ശരീരത്തിൽ കൈവെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിനെ തടയാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് തടയാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ചെറുത്തു നിൽക്കാനുള്ള ഒരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പുരുഷന്മാരാണല്ലോ ഒരുപാട് സ്ത്രീപക്ഷ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത്. ഈ നൂറ്റാണ്ടിലെ നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ ആൺ പെൺ വിരോധം ഒന്നും വേണ്ട. അങ്ങനെ രണ്ട് തരത്തിലുള്ള കമ്മീഷൻ ഒന്നും വേണ്ട. ഇത് നമ്മളെ നികുതി പണം വെറുതെ പോക എന്നല്ലാതെ പുരുഷന്മാർക്കും തുല്യ അവകാശം സ്ഥാപിച്ചുകൂടെ എന്ന് പറയുന്നു വനിതാ കമ്മീഷൻ. അപ്പൊ എനിക്കൊരു ചോദ്യം, മോള് ഇവിടെ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ കുടുംബ കോടതിയിൽ സാധാരണ 20,000 1 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? വിവാഹം കഴിച്ചു പോയിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മെയിൻ്റനൻസ് പുരുഷന്മാർ കൊടുക്കുന്ന 5,000 6,000 രൂപ മെയിൻ്റനൻസ് കൊണ്ട് ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്ന നിയമം നമുക്കുണ്ടെന്ന് നമുക്കറിയില്ലേ? അപ്പൊ തുല്യ നീതി. 1 ലക്ഷം രൂപ കിട്ടുന്ന സ്ത്രീക്ക് 5,000 രൂപ നമ്മൾ ഒരാളെ ഡൈവേഴ്സ് ചെയ്തു, അവൻ പിന്നെ അന്യ പുരുഷനാണ്. പിന്നെ എന്തിനാണ് അവന്റെ കാശും സ്വന്തം കാലിന് എഡ്യൂക്കേഷൻ നിന്ന് നമുക്ക് ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്ട് വേണം. നിന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമുക്ക് വേണ്ടാത്ത കാശ് വാങ്ങിച്ച ആ പെണ്ണ് വേറെ രീതിയിലാവും. എന്തിനാണ്? സ്വന്തമായി ജോലി ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് അന്തസ്സുള്ള ഏത് പെണ്ണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആൻസർ പറഞ്ഞോട്ടെ. അപ്പൊ ആ വീട്ടിലേക്ക് കയറി പോകുന്ന ആ സ്ത്രീ കുട്ടികളെയും കൊണ്ടല്ലല്ലോ പോകുന്നത്. തിരിച്ചു വരുമ്പോ കുട്ടികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞില്ല. സ്റ്റാറ്റസ് എവിടെ നിൽക്കും? ഒരു പുരുഷന്റെ ഒന്നും വേണ്ട, അന്തസ്സുള്ള ഒരു സ്ത്രീ വാങ്ങില്ല. അല്ല, പുരുഷന്റെ ഇത് പറയേണ്ട ഒരു ഫെമിനിസമാണ്. ഫെമിനിസം അല്ല. പുരുഷന്റെ തുല്യ അവകാശം പറയുന്നത് ഫെമിനിസം അല്ല, ധാർമ്മിക ബോധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.